PSC സഹചാരിയിലേക്ക് സ്വാഗതം. പുതിയ SCERTയിലെ ക്ലാസ് 7ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ നോക്കുന്നത്. അതിലെ പാർട്ട് 4 വീഡിയോ ആണ്. നമ്മളിന്ന് നോക്കുന്നത് എന്താണ് 4ാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ആണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയിലെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുക ഈ ഒരു ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണെങ്കിൽ APJൻ്റെ ആത്മകഥ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം. അതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആത്മകഥയിലെ ഒരു ഭാഗമാണ്, അത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇത് പ്രധാനമായിട്ടും അന്നുണ്ടായിരുന്ന ഒരു ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിയുടെ ചെറുപ്പകാലത്തുള്ള. ഇനി അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യയിലെ രാഷ്ട്രപതിമാർ എല്ലാവരും പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ബുക്കുകളൊക്കെ പഠിച്ചിരിക്കണം. PSC ചോദിക്കാറുണ്ട്. അത് ഓരോരുത്തരും എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് APJ അബ്ദുൽ കലാം എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 11ാമത്തെ. അതേമാതിരി KR നാരായണൻ മലയാളിയായിട്ടുള്ള ഏക രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തെ എത്രാമത്തെ രാഷ്ട്രപതിയാണെന്ന് ചോദിക്കാറുണ്ട്? ഇന്ത്യയുടെ 10ാമത്തേതാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ചോദിക്കുക. പിന്നെ ആദ്യത്തെ പ്രസിഡൻ്റ് ആരാന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പം നിലവിലുള്ള പ്രസിഡൻറ്റ് 15ാമത്തെ പ്രസിഡൻറ്റ് ആരാണെന്ന് ചോദിക്കാം. ദ്രൗപദി മുർമു ആണ്, നമുക്കറിയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകാതെ മാറ്റി നിർത്തുന്ന സാഹചര്യം നിലനിന്നിരുന്നു എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ ഈ അനുഭവം സൂചിപ്പിക്കുന്നത്, അല്ലേ? സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവസരങ്ങൾ നിഷേധിക്കൽ, സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അനീതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് ഈ അനീതിയിൽ വരുന്നത് എന്നുള്ളൊരു 3 പോയിൻറ്റ്സാണ് പറയുന്നത്. ആ 3 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ഓക്കെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാമെന്നുള്ള രീതിയിൽ ചോദിക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, വ്യക്തികളെ ഒഴിവാക്കൽ, പിന്നെ അവസരം നിഷേധിക്കൽ, പിന്നെന്താണ് സാമൂഹികമായിട്ടുള്ള വിവേചനം, അല്ലേ? മുൻവിധിയോടെ ചില സാമൂഹിക വിഭാഗങ്ങളെ അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒഴിവാക്കിയിരുന്നു. കഴിവുകൾ ഉണ്ടായിട്ടും തൊഴിലും വിദ്യാഭ്യാസവും അവസരങ്ങളും നിഷേധിക്കുക, അവസരങ്ങൾ ഉണ്ടായിട്ടും നൽകാതിരിക്കുക, വ്യക്തി എന്ന നിലയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെയും ചില സാമൂഹിക വിഭാഗങ്ങളെ അരികുകളിലേക്കാക്കിയിരുന്നു. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ 3 പോയിൻ്റ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാണ് ഏതൊക്കെ പ്രവൃത്തികളിലൂടെയാണ് സാമൂഹിക പല വിഭാഗങ്ങളെയും അല്ലെങ്കിൽ ജാതിയായിട്ടുള്ള മതങ്ങളായിട്ടുള്ള വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിയത്. അരികുകളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഓക്കെ, അതിന് ഡെഫിനിഷനൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി നേതൃത്വം നൽകിയ പ്രധാന വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോണത്. ഓക്കെ, പ്രധാന വ്യക്തികളും സംഭവങ്ങളും. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. അരികുവൽക്കരണം എന്ന് പറയുന്നത് തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുക. സമൂഹത്തിൽ അരികുവൽക്കരണം നടക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. എന്തൊക്കെയാണ്? ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായുണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം നമ്മൾ അരികുവൽക്കരണം അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ജാതിയും മതവും മാത്രമാണെന്ന്. പക്ഷെ അങ്ങനെ മാത്രമല്ല, വേറെയും നമ്മൾ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ചില പോയിൻറ്റ്സ് ആണിത്, അല്ലേ? പ്രകൃതി ദുരന്തം എന്ന് പറയുന്ന ഒരു അരികുവൽക്കരണമാണെന്ന് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് ഈ അരികുവൽക്കരണം എന്ന് പറഞ്ഞ പോയിൻ്റ് അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടു. പിന്നെ അത് അറിയെങ്കിൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും, അല്ലേ? ഈ പ്രകൃതി ദുരന്തത്തിലൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ വഴിയും യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വഴിയും അരികുവൽക്കരണം സംഭവിക്കുന്നു. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴി അരികുവൽക്കരണം സംഭവിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇത് ചിലത് എന്താണ് മനഃപൂർവ്വം അരികുവൽക്കരണം ചെയ്യുന്നുണ്ട്, ചിലത് അറിയാതെ ഈ പ്രകൃതി ദുരന്തമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ലല്ലോ, അത് അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആൾക്കാർ ഈ തുല്യ പരിഗണന ലഭിക്കണമെങ്കിൽ ചില ഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെടുകയാണ് അല്ലേ. ഇനി അടുത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കുന്നത് മനഃപൂർവ്വമുള്ള അരികുവൽക്കരണത്തിന് ഒരു ഉദാഹരണമാണ്. ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത്? സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, ഈ ഒരു ഉദാഹരണങ്ങളൊക്കെ ഈ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഓർത്തിരിക്കുക. അരികുവൽക്കരണം. ഓക്കെ, ഈ അരികുവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ അത് ചോദ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ, ഈ അരികുവൽക്കരണം എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടി വരും പരീക്ഷ ഹാളിൽ. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കിയിട്ട് വെക്കണം, എന്നാലേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് മഹാത്മാ അയ്യങ്കാളിൻ്റെ ചിത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ, തിരുവനന്തപുരം ഊരൂട്ടമ്പലം സർക്കാർ UP സ്കൂൾ ഇനി മുതൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നറിയപ്പെടും. ഓക്കെ, അപ്പം ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ പുതിയ പേര് ചോദിക്കാം, അപ്പം പഞ്ചമി അയ്യങ്കാളി എന്നൊക്കെ തിരിച്ചൊക്കെ ചോദിക്കാം. പക്ഷേ അയ്യങ്കാളി പഞ്ചമി ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക. അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ. പിന്നെ ഊരൂട്ടമ്പലം സ്കൂൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കാം, തിരുവനന്തപുരം. അല്ലെങ്കിൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എവിടെയാണെന്ന് ചോദിക്കാം, തിരുവനന്തപുരമാണെന്ന് ഓർത്തിരിക്കുക. കുടിപ്പള്ളിക്കൂടമായിരുന്ന ഊരൂട്ടമ്പലം. ഓക്കെ, ഊരൂട്ടമ്പലം ആദ്യം ഒരു കുടിപ്പള്ളിക്കൂടമായിരുന്നു എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാം. ഓക്കെ, ഓർത്തിരിക്കുക. ഗവൺമെൻറ് UPSCയിലായിരുന്നു ചരിത്രം മാറ്റിമറിച്ച സമരത്തിന് അയ്യങ്കാളി തുടക്കം കുറിച്ചത്. പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈ പിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വെച്ചു. പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നടന്ന വർഷം PSC ചോദിക്കാറുണ്ട്, 1915. അപ്പോൾ ഇതിന് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്നൊക്കെ പേരുണ്ട്, അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കണം, മാറിപ്പോകരുത്. PSC ഏത് പേര് വേണമെങ്കിലും ഇത് ചോദിക്കാം. ഈ പേരുകൾ തന്നിട്ട് അത് നടന്ന വർഷം ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നേതാവ് ചോദിക്കാം. ഒക്കെ ഓർത്തിരിക്കണം. അയ്യങ്കാളി പഞ്ചമി 1915, ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. ഓക്കെ, ഇനി അടുത്തത് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെടുന്നവർക്ക് ചരിത്രപരമായ വിദ്യാഭ്യാസ അവസരങ്ങൾ ഉയർന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ നിഷേധിച്ചിരുന്നു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യാവസരങ്ങൾ ലഭ്യമാക്കുവാൻ മഹാത്മാ അയ്യങ്കാളി പരിശ്രമിച്ചു. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യാവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച നേതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയ്യങ്കാളി. അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഓപ്ഷനിൽ ചിലപ്പം അയ്യങ്കാളി, പിന്നെ അതായിട്ട് ബന്ധമില്ലാത്ത 3 ഓപ്ഷൻസും കൂടി തരാം. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയാണ് നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റണം. വിദ്യാഭ്യാസം അയ്യങ്കാളിയായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് ഓർത്തിരിക്കുക. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിലുള്ള ഒരു ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതാണ് അയ്യങ്കാളിയുടെ പ്രവർത്തന മഹത്വം. ഓക്കെ, അപ്പോൾ അയ്യങ്കാളി വിദ്യാഭ്യാസം ഒരു സാമൂഹിക പരിവർത്തനത്തിനുള്ള ഉപാധിയാണെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. ഇനി ദളിത് വിഭാഗങ്ങൾക്ക് വാഹനത്തിൽ സഞ്ചരിക്കാനും പൊതുവഴിയിൽ നടക്കാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വിദ്യാഭ്യാസം നേടാനും അവകാശമില്ലാതിരുന്ന കാലമായിരുന്നു മുമ്പ് നിലനിന്നിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, അന്തസ്സ്, തുല്യത, സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിഷേധിക്കപ്പെട്ട അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം വിവേചനങ്ങൾ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഓക്കെ, ഈ ജാതിയുടെ പേരിലുള്ള ഈ വിവേചനങ്ങൾ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. അതിനെ പ്രതിരോധിക്കാൻ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നതായിരുന്നു അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത്വത്തികളുടെയും നിലപാട്. ഓക്കെ, അപ്പോൾ ഈ അരികുവൽക്കരണം ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ആളുകൾക്ക്, അല്ലേ? അതാണ് പ്രധാന ഒരു ഉപാധിയായിട്ട് മഹത്വത്തികൾ കണ്ടത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുവും. ഓക്കെ, അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞ സന്ദേശം നൽകിയത് ആര്? ശ്രീനാരായണ ഗുരു, ഓർത്തിരിക്കുക. മറ്റു നവോത്ഥാന നേതാക്കളും ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകി. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവും മറ്റു നവോത്ഥാന നേതാക്കളൊക്കെ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയിട്ടുണ്ട്, ഓർത്തിരിക്കണം. അരികുവൽക്കരണത്തെ എതിർത്തവരാണ്, പ്രചാരം നൽകി അരികുവൽക്കരണത്തെ എതിർത്തവരാണ്. കുര്യാക്കോസ് ഏലിയാസ് ചവറ
അയ്യാ വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, പൊയ്കയിൽ യോഹാനൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ, ഒന്ന് അവർ ജനിച്ച വർഷം അല്ലെങ്കിൽ മരിച്ച വർഷം, അതുപോലെ അവരെ വീട്ടുപേരുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അവരെവിടെയാണ് ജനിച്ച സ്ഥലം, ഓക്കെ. പിന്നെ അവർ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കുക. പിന്നെ അവർ എന്തെങ്കിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവരുടെ മേഖല, എന്തെങ്കിലും ഒരു ഫാക്റ്റ് അവരെ പറ്റിയിട്ട് നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. അത് എന്തെങ്കിലും റാങ്ക് ഫയലിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കിയിട്ട് ഈ പേരടിച്ച് നോക്കിയിട്ട് PSC എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് കിട്ടും. അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ PDF കിട്ടും. അപ്പോൾ അത് പഠിച്ച് നോക്കണം. ഈ പേരുകളൊക്കെ SCRT എടുത്ത് പറഞ്ഞതുകൊണ്ട് ഇവരെ പറ്റിയിട്ടൊക്കെ PSC ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കുക പോസ് ചെയ്തിട്ട്. ഓക്കെ. ഇനി അടുത്തത് ജ്യോതിറാവ് ഫുലെ. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ഓക്കെ. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ദളിത് എന്ന് പറയുന്നത് ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ്. സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ജ്യോതിറാവ് ഫുലെയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. അത് നല്ലൊരു ചോദ്യമല്ലേ അല്ലേ? ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെ. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫുലെ സ്ഥാപിച്ചു. അതും നല്ലൊരു സ്റ്റേറ്റ്മെൻ്റാണ്. സ്ത്രീകൾക്കും പിന്നെ ആർക്കാണ്? ദളിതർക്കും സ്ത്രീകൾക്കും. ഓക്കെ. ഇനി സാവിത്രിബായി ഫുലെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് സാവിത്രിബായി ഫുലെ എന്ന് ഓർത്തിരിക്കുക. ഇനി അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു ആര്? സാവിത്രിബായി ഫുലെ. ഓക്കെ. അപ്പം ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി സ്ഥാപിച്ച വിദ്യാലയം എവിടെയാണെന്ന് ചോദിച്ചാൽ പൂനെയാണെന്ന് പറയണം. ആ പൂനെയിലെ പെൺകുട്ടികളുടെ സ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപിക ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാവിത്രിബായി ഫുലെയാണ്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും വരിക, അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകരുത്. കൃഷിക്കാർക്കും പിന്നെ ആർക്കാണ്? തൊഴിലാളികൾക്കുമാണ് നിശാ പാഠശാല. ഓക്കെ. നിശാ പാഠശാല സ്ഥാപിച്ചത് സാവിത്രിബായി ഫുലെയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഇവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിബായി ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് നാമകരണം ചെയ്തു. ഓക്കെ. അപ്പോൾ അങ്ങനെ ചോദിക്കാം, സാവിത്രിബായി ഫുലെയുടെ പേരിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പം പൂനെ യൂണിവേഴ്സിറ്റിയാണെന്ന് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണം. ഇനി അടുത്തത് പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതിവിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ് ആര്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് PSC ചോദിക്കാറുള്ളത് ഈ സ്വാഭിമാന പ്രസ്ഥാനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചേരുംപടിയൊക്കെ ആയിട്ട് ചോദിക്കുക. 4 വ്യക്തികളെ പേര് തരും, അവർ ആരംഭിച്ച പ്രസ്ഥാനങ്ങളുടെ പേരും അല്ലെങ്കിൽ സംഘടനകളുടെ പേര് തരും. ഓക്കെ. അപ്പോൾ അങ്ങനെ ചേരുംപടി ചേർക്കാനാണ് വരിക. ഇനി അടുത്തത് സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിഭജനത്തിനെതിരെ നിലകൊണ്ടു. ഓക്കെ. അപ്പോൾ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിഭജനത്തിനെതിരെ നിലകൊണ്ട നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേരൊക്കെ തന്നിട്ട് തെറ്റിച്ചിട്ടും അവർ തരും. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റണം. ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹിക വിഭജനത്തിനെതിരെ നിലകൊണ്ടത് രാമസ്വാമി നായ്ക്കരാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയായിരുന്നു പെരിയാർ. ഓക്കെ. അതും കൂടി ഓർത്തിരിക്കുക. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തിയാണ് പെരിയാർ. ഇനി അടുത്തത് വെറിയർ എൽവിൻ. ഇന്ത്യൻ നരവംശശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികളിൽ ഒരാളാണ് വെറിയർ എൽവിൻ. അപ്പോൾ ഇതൊക്കെ ഒരു ചേരുംപടിയിലായിരിക്കും അധികം വരാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ഇന്ത്യൻ നരവംശശാസ്ത്രം എന്നിട്ട് ഐഫണ്ടിട്ട് ആരാണ്? വെറിയർ എൽവിൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇന്ത്യൻ നരവംശശാസ്ത്രം കേട്ടോ, വെറും നരവംശശാസ്ത്രമല്ല, ഇന്ത്യൻ നരവംശശാസ്ത്രം കൂടിയാണെന്ന് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഇംഗ്ലീഷ് പേരുള്ള ഒരാളെ പേരൊക്കെ തരുമ്പോൾ വെറിയർ എൽവിനും ഇന്ത്യൻ നരവംശശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇതൊക്കെ തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് PSC ചോദിക്കും. ഓക്കെ. ഇനി അടുത്തത് ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഓക്കെ. അദ്ദേഹം പ്രധാനമായിട്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്? ഗോത്ര മനുഷ്യരുമായിട്ട്. ഓക്കെ. അവരുടെ തനത് ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ കാര്യമായി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയർ എൽവിൻ. ഓക്കെ. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് ആവും, ഇംഗ്ലീഷുകാരനൊക്കെ ഗോത്രവർഗത്തിനൊക്കെ വേണ്ടിയിട്ട്
പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നയം രൂപീകരിക്കാനൊക്കെ സ്വാധീനം ചെലുത്തുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും അല്ലേ പരീക്ഷ ഹാളിൽ. അതുകൊണ്ട് ഇത് ഒരു പ്രാധാന്യം കൊടുത്തിട്ട് വായിക്കുക ബെറിയർ എൽവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം. ദളിതരെ പോലെ തന്നെ സാമൂഹികമായ അരികുവൽക്കരണം നേരിടേണ്ടി വന്ന മറ്റൊരു വിഭാഗമാണ് ഗോത്രജനത. ഓക്കെ, പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഗോത്രജനത. ഓക്കെ, അപ്പോൾ ഗോത്രജനതേൻ്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ചിട്ടാണ് ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിലാണ് അവർ താമസിക്കുന്നത്. സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അവർ ഗോത്രജനത സ്വന്തമായി അറിവ് നിർമ്മിച്ച് അവ പ്രയോഗിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വരാം. ഓക്കെ, അവർ തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളും പിന്തുടരുന്നവരാണ്. ഓക്കെ, അതായത് അവരുടേതായിട്ടുള്ള ജീവിത രീതി, അവരുടേതായിട്ടുള്ള കല, അവരുടേതായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ, അതാണ് തനത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോത്രജനതയുടെ സാംസ്കാരിക സംഭാവനകൾക്ക് മുൻകാലങ്ങളേക്കാൾ പൊതുസമൂഹത്തിൽ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. വസിക്കുന്ന ഇടങ്ങളിലെ വിഭവങ്ങളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്ന ഗോത്രജനതയ്ക്ക് ഈ അധികാരം ക്രമേണ നഷ്ടമായി. അതുമൂലമാണ് ഈ സാമൂഹിക വിഭാഗം അരികുവൽക്കരിക്കപ്പെട്ടത്. ഓക്കെ, ഇനി അടുത്തത് സമൂഹത്തിലെ മുഖ്യ വിഭാഗക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന അറിവ്, കല, സംസ്കാരം എന്നിവ മാത്രമാണ് മൂല്യമേറിയത് എന്ന ധാരണ പല കാലങ്ങളിലായി നിലനിന്നിരുന്നു. എന്നാൽ കല, ഭാഷ, സാഹിത്യം, വൈദ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രകൃതിയെ അടുത്തറിഞ്ഞു നേടിയ മികച്ച വിജ്ഞാനവും നാട്ടറിവും സ്വന്തമായി ഉള്ളവരാണ് ഗോത്രജനത. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ മേഖലകൾ ഇപ്പോൾ പറഞ്ഞ ഒരു 5-6 മേഖലകൾ പറഞ്ഞില്ലേ, കല മുതൽ കൃഷി വരെ, ഈ മേഖലകളിലൊക്കെ ഇവർ മികച്ച അടുത്തറിഞ്ഞിട്ടുള്ള വിജ്ഞാനമാണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ നാട്ടറിവാണ് അവർക്കുള്ളത്. ഓക്കെ, തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്ര വിഭാഗക്കാരുണ്ട്. ഓക്കെ, അവരുടേതായിട്ടുള്ളൊരു സംഗീത പാരമ്പര്യം അവർക്കുണ്ട്. സ്വന്തം ഭൂമിയിന്മേലുള്ള ഇവരുടെ അവകാശം, വിദ്യാഭ്യാസ അവസരങ്ങൾ, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിന് ഉതകുന്ന ക്ഷേമ പദ്ധതികളും അനന്തര നടപടികളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഗോത്ര വിഭാഗങ്ങൾ, അല്ലെങ്കിൽ പട്ടികവർഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പട്ടികജാതിയും ചോദിക്കാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ എന്തെങ്കിലും സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. PSC അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡോക്ടർ A. അയ്യപ്പൻ. തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നാണ് അയ്യപ്പൻ്റെ ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അപ്പോൾ ഇതും ഈ A. അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയും നരവംശ ശാസ്ത്രജ്ഞനാണ്. അപ്പം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ കൺഫ്യൂഷനായിട്ട് PSCക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണോ, ഈ A. അയ്യപ്പൻ്റെയും സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ബെറിയർ എൽവിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് കൺഫ്യൂഷൻ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം രണ്ടുപേരും നരവംശ ശാസ്ത്രജ്ഞരാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കണം അവർ രണ്ടുപേരും. ഇനി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനത്തിന് സമഗ്ര സംഭാവനകൾ നൽകി. ഓക്കെ, അപ്പോൾ അദ്ദേഹം പ്രധാന സംഭാവന നൽകിയത് കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈഴവ എന്ന് പറയുന്ന വാക്ക് എടുത്ത് ഓർമ്മിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെറിയർ പ്രത്യേകമായിട്ട് പറയുന്നത് ഗോത്ര മനുഷ്യരുടെ എന്ന് മാത്രമാണ്. പക്ഷേ ഈ അയ്യപ്പൻ്റെ കാര്യത്തിൽ ഈഴവ എന്നൊരു വാക്കും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവരെ രണ്ടുപേരെയും വ്യത്യസ്തമാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നഞ്ചിയമ്മ. നഞ്ചിയമ്മേൻ്റെ പേര് പിന്നെ നമ്മൾ വളരെ പരിചയമുള്ളൊരു പേരാണ് അല്ലേ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള നഞ്ചിയമ്മയ്ക്കായിരുന്നു 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള സംഗീത ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഏതാ വർഷം? 2020 ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത്. അത് മികച്ച ഗായികയ്ക്കുള്ളതാണ്. അത് പിന്നെ അവർ സ്ഥലം എവിടെയാണ്? പാലക്കാട് അല്ലേ, അട്ടപ്പാടി. അത് ഏത് വിഭാഗമാണ്? ഇരുള വിഭാഗത്തിലുള്ള ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് നഞ്ചിയമ്മ വരുന്നത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയാളാണ് നഞ്ചിയമ്മ. ഓക്കെ, അതായത് മികച്ച ഗായികയുള്ളൊരു രാജ്യത്തെ ഒരു ദേശീയ പുരസ്കാരം നേടുന്ന ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നല്ലതാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും, നഞ്ചിയമ്മയ്ക്ക് മുന്നേ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ഓർത്തു പോകും അല്ലേ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. ആദ്യത്തെ ആളാണ്. കളക്കാത്ത സന്തനമേറെ വികവോക പൂത്തിരിക്കോ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു നഞ്ചിയമ്മ ആലപിച്ചത്. ഈ സൈഡിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന്
ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മ ഏറ്റുവാങ്ങുന്നു. ജസ്റ്റ് ഓർത്തിരുന്നാൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വൈവിധ്യമാർന്ന വാദ്യോപകരണങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നതിനുള്ള ശേഷിയും അവർക്കുണ്ട്. ഗോത്രജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ. അപ്പോൾ ഈ വാക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഈ വാക്കുകൾ തന്നിട്ട് എന്താണ് ഗോത്രജീവിതവുമായി ബന്ധമുള്ള വാക്കുകൾ ഏത്, ബന്ധമില്ലാത്ത വാക്കുകൾ ഏത് എന്നൊക്കെ ചിലപ്പം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ പെറേ എന്ന് പറയുന്നത് ഒരു വാദ്യോപകരണമാണെന്ന് കണ്ടാൽ നമുക്കറിയാം. അതുപോലെ തുടി അതൊരു വാദ്യോപകരണമാണ് അല്ലേ. ഈ നാട്ടിപ്പണി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഒരു വാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ നാട്ടിപ്പണി എന്ന് പറയുന്നത് ഗോത്രജനതയായിട്ട് ബന്ധപ്പെട്ട വാക്കാണെന്ന് ഓർത്തിരിക്കുക. അതേമാതിരി ദവിൽ എന്ന് പറയുന്നതും ഒരു എന്താണ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പെറേ, തുടി, ദവിൽ ഇത് 3 വാദ്യോപകരണമാണ്. അതുപോലെ നാട്ടിപ്പണി എന്ന് പറയുന്നത് ഈ ഗോത്രവർഗമായിട്ട് ബന്ധപ്പെട്ടൊരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. അടുത്തത് നിലമ്പൂർ ആയിഷേൻ്റെ ഒരു അനുഭവക്കുറിപ്പുണ്ട്. അതിൻ്റെ പേര് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ ആണ്. ആ ഒരു പേര് രണ്ടും ഓർത്തിരിക്കുക. നിലമ്പൂർ ആയിഷ അവരുടെ അനുഭവക്കുറിപ്പിൻ്റെ പേര് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നിങ്ങളിത് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ സാരാംശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ ആയിഷ ഒരു നാടക നടിയാണ്. അപ്പം അവർ ആ ഒരു സമയത്ത് പണ്ട് കാലത്ത് നാടകത്തിനൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ നേരിട്ട ഒരു പ്രശ്നങ്ങൾ പറയുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. പണ്ഡിത രമാബായി 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനപ്പെട്ട വ്യക്തി. ഓക്കെ, 19-ാം നൂറ്റാണ്ടാണെന്ന് ഓർത്തിരിക്കുക. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഓക്കെ, അപ്പം വിധവകൾക്കാണ് പണ്ഡിത രമാബായി പ്രാധാന്യം കൊടുത്തത്. അവരുടെ വിദ്യാഭ്യാസവും ക്ഷേമവും ആണ് പ്രധാനമായിട്ടുള്ള പ്രവർത്തന മേഖല. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഓക്കെ, അപ്പം രമാബായി പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. അതിൽ തന്നെ വിധവകളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചതെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസും E.K. ജാനകി അമ്മാളും. ഓക്കെ, അപ്പോൾ ഈ ഡോക്ടർ പുന്നൻ ലൂക്കോസ് ചിലപ്പോൾ നമ്മൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. രണ്ടും ഒരാൾ തന്നെയാണ്, കൺഫ്യൂഷൻ ആവേണ്ട. ഓക്കെ, ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് അല്ലെങ്കിൽ പുന്നൻ ലൂക്കോസ്. ഓക്കെ, ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം കരസ്ഥമാക്കി. ഓക്കെ, അപ്പോൾ മേരി പുന്നൻ ലൂക്കോസ് എവിടെ നിന്നാണ്? ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MBBS കരസ്ഥമാക്കിയത്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി. ഓക്കെ, അപ്പോൾ കേരളത്തിൽ മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ആരാണ്? മേരി പുന്നൻ ലൂക്കോസ് അല്ലെങ്കിൽ പുന്നൻ ലൂക്കോസ് എന്ന് പറയാം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ഓക്കെ, അപ്പം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതും മേരി പുന്നൻ ലൂക്കോസ് ആണ്, ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അപ്പോൾ അത് ചോദിക്കാൻ പറ്റിയ നല്ല 2 ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് E.K. ജാനകി അമ്മാൾ, അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ. ഓക്കെ, അപ്പോൾ തലശ്ശേരിയിലാണ് ജാനകി അമ്മാൾ ജനിച്ചത്. സസ്യശാസ്ത്രജ്ഞയായിരുന്നു. അതുപോലെ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ജാനകി അമ്മാൾ കോയമ്പത്തൂരിലുള്ള കരിമ്പ് ഗവേഷണ കേന്ദ്രം. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ചോദ്യം കിട്ടിയില്ലേ? കോയമ്പത്തൂരും കരിമ്പ് ഗവേഷണ കേന്ദ്രം ഒരു ചേരുംപടി ചേർക്കുന്നതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കരിമ്പ് ഗവേഷണ കേന്ദ്രം കോയമ്പത്തൂർ. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം അത് ശരിയാണ് എന്നുള്ളത്. ജാനകി അമ്മാൾ സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. അടുത്തത് ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ഓക്കെ, അപ്പോൾ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന ഒരു മലയാളിയായിരുന്നു. അവരുടെ പേര് ജാനകി അമ്മാൾ, E.K. ജാനകി അമ്മാൾ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ജാനകി അമ്മാൾ എന്ന് പറയാം അല്ലേ. എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. 1977 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് വരാം, നമ്മളത് പഠിക്കണം. 1977 പത്മശ്രീ അല്ലേ, പത്മഭൂഷൺ പത്മവിഭൂഷൺ ഒക്കെ ഉണ്ട്, ഇപ്പോൾ കൺഫ്യൂഷൻ ആയി പോരുത്. പത്മശ്രീ 1977 E.K. ജാനകി അമ്മാൾ. ഇനി അടുത്തത് സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ലിംഗപദവി വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക, നമുക്ക് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ട്രാൻസ്ജെൻഡർ അവരുടെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ലിംഗപദവിയുമായി
പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ജനിക്കുന്ന സമയത്തൊന്നെങ്കിൽ നമ്മൾ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തും അല്ലേ, പേപ്പറിൽ എഴുതും. അപ്പം അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല, കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ആ ഒരു ആൺകുട്ടിയുടെ ഒരു പ്രത്യേകതകൾ കാണിക്കുന്നില്ലെങ്കിൽ അതാണ് പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ട്രാൻസ്ജെൻഡറിനെ, ആ ഒരു വാക്കിൻ്റെ ഡെഫിനിഷൻ. ഇതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം കേട്ടോ, അതൊക്കെ ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ താഴത്ത് നോക്കുക, ക്ലോസ് കെ ഓഫ് സെക്ഷൻ 2 TPPR ആക്ട് 2019. ഇവിടെ ഈ TPPRൻ്റെ ഫുൾ ഫോം നമ്മൾ പഠിക്കണം. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. ഓക്കെ, അത് PSC ചോദിക്കാം. നമ്മൾ ഗൂഗിൾ ചെയ്തൊന്നും കൂടി നോക്കുക, നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മലയാളത്തിലാണെങ്കിൽ ഭിന്നലിംഗക്കാരുടെ സംരക്ഷണത്തിനായിട്ടുള്ള നിയമം, അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള നിയമം 2019. ഓക്കെ, ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണത്തിനുള്ള നിയമം 2019. അതിൻ്റെ വർഷം ഓർത്തിരിക്കുക, വന്നത് 2019 അതും ചോദിക്കാം. പിന്നെ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ഡെഫിനിഷൻ ഏത് നിയമപ്രകാരമാണ് എന്ന് ചോദിക്കാം. ഈ TPPR ആക്ട് ആണെന്ന് പറയാം അല്ലേ. ഇനി അതിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിർവചനം അല്ലെങ്കിൽ നിർവചിച്ചത് എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ എന്ത് പറയണം, സെക്ഷൻ 2 ബ്രാക്കറ്റിൽ K. ഓക്കെ, അതാണ് അവർ ക്ലോസ് K എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ചിലപ്പോൾ ഇങ്ങനെയൊന്നും തരില്ല, ക്ലോസ് K ഓഫ് സെക്ഷൻ 2 എന്നൊന്നും ആയിരിക്കില്ല തരിക. 2 എഴുതും, എന്നിട്ട് ബ്രാക്കറ്റിൽ K എന്ന് എഴുതും, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം സെക്ഷൻ 2 ബ്രാക്കറ്റിൽ K. ഓക്കെ, സെക്ഷൻ 2K ആണെന്ന് മനസ്സിലാവണം. ഇനി അടുത്തത് ന്യൂനപക്ഷം, മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ഓക്കെ, ജസ്റ്റ് ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഡെഫിനിഷനാണ്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ. ഇനി അടുത്തത് ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റു ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ്. ഓക്കെ, അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞതാണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക, ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവർ. ഓക്കെ, പലതരം ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗം ഭിന്നശേഷിക്കാർക്കും സംഭവിക്കുന്ന അരികുവൽക്കരണം വ്യത്യസ്ത തരത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഭിന്നശേഷിക്കാർക്കും എന്തുണ്ട്, ഈ അരികുവൽക്കരണമൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം. നേരത്തെ നമ്മൾ പഠിച്ചത് ഭിന്നലിംഗക്കാരാണ്. ഓക്കെ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകും, നമുക്കിത് ഭിന്നശേഷിയും ഭിന്നലിംഗവും മാറിപ്പോകും. അപ്പോൾ അത് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കണം, ഭിന്നശേഷിയാണോ ഭിന്നലിംഗമാണോ എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മളിത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമായിരിക്കും അല്ലേ, ഭിന്നശേഷി എന്ന് എഴുതിയിട്ടുണ്ടാവും ചോദ്യത്തിൻ്റെ അത്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വരെ ഭിന്നലിംഗം എന്നായിരിക്കും, അല്ലെങ്കിൽ ഭിന്നലിംഗം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും, പക്ഷേ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഭിന്നശേഷി എന്നായിരിക്കും അറിയാതെ വായിച്ചു പോവുക. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചോദ്യം ഭയങ്കര ശ്രദ്ധയോടെ കൂടിയിട്ട് നമ്മൾ വായിക്കണം. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ഓക്കെ, ഈ ഭിന്നശേഷിക്കാർക്കുള്ള അവകാശ സംരക്ഷണ നിയമം എന്നാണ് വന്നത്, 2016. എന്നാൽ ഭിന്നലിംഗക്കാർക്ക് അവകാശ സംരക്ഷണത്തിനുള്ള നിയമം എന്നാണ് വന്നത്, 2019. ഇത് രണ്ടും PSC ചോദിക്കാറുണ്ട്, ഇതിൻ്റെ വർഷങ്ങളും. ഓക്കെ, അല്ലെങ്കിൽ ഇത് കാലഗണനാക്രമത്തിൽ എഴുതാനൊക്കെ ചോദിക്കും, ഓരോ നിയമങ്ങൾ തന്നിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം, അതിൻ്റെ ഒരു ഓർഡറിൽ എഴുതാൻ പറ്റണമെങ്കിൽ. ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹ്യ ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമം. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമം. പാരാലിമ്പിക്സ്, നമ്മളിപ്പോൾ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു കായിക മത്സരമാണ് പാരാലിമ്പിക്സ്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് 1948 ആരംഭിച്ചത്. ഈ 1948 ഒളിമ്പിക്സ് നടന്നത്, പാരാലിമ്പിക്സ് അല്ല, ഒളിമ്പിക്സ് നടന്നത് ലണ്ടനിലാണ്. ആ ഒളിമ്പിക്സിൻ്റെ കൂടെ ആദ്യമായിട്ട് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തി. ഓക്കെ, വീൽ ചെയറിൽ ഉള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മത്സരങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതാണ് ഇവർ ആദ്യത്തെ പാരാലിമ്പിക്സ് എന്നുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പക്ഷേ നമ്മൾ PSCക്ക് ആദ്യത്തെ പാരാലിമ്പിക്സ് എന്നാണ് നടന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1960. അത് ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു കായിക മത്സരമാണ്. ഓക്കെ, 1960 ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ട് ഒരു അന്താരാഷ്ട്ര മത്സരം നടത്തി. അത് 1960. അത് ഇറ്റലിയിലെ റോമിലാണ് നടത്തിയത്. ആ സ്ഥലവും ചോദിക്കാറുണ്ട്, വർഷവും ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ 1948 എന്താണ്, ഈ ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക്
ഈ ലണ്ടനിൽ നടന്ന 1948 ഒളിമ്പിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കൺഫ്യൂഷനായി പോരുത്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി അല്ലേ? PSC ചോദിക്കുന്ന ചോദ്യമാണ് ഭരണഘടനാ ശില്പി ആര് എന്നുള്ളത്. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത്? ദളിതർക്ക് വേണ്ടിയിട്ട്. ഇന്ത്യയിലെ അരികുവൽകൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റെ രചനകളിലൂടെ അവതരിപ്പിക്കുകയും അവർക്ക് നിയമപരമായ സംരക്ഷണം സാധ്യമാകുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. അന്ന് പറയുന്ന ആ ഭരണഘടനയിലെ അനുച്ഛേദം ചോദിക്കാറുണ്ട്. അത് 14 ബ്രാക്കറ്റിൽ എഴുതിയത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ അനുച്ഛേദം 14 എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അത് ആർട്ടിക്കിൾ 14 അല്ലെങ്കിൽ അനുച്ഛേദം 14. ഇനി അടുത്ത്, മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 15. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം. അങ്ങനെ ഈ 5 കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം. അത് PSC ചോദിക്കാം, ഈ 5 കാര്യങ്ങൾ. പിന്നെ ആർട്ടിക്കിൾ 15 ഡെഫിനിഷനും 14 ഡെഫിനിഷനും ഓർത്തിരിക്കാം. എന്തുകൊണ്ടാവാം നമ്മുടെ ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചത്? അപ്പോൾ അതിന് 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, ശരിയല്ലേ? ഇനി അടുത്തത്, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, അതും ശരിയാണ്. അടുത്തത്, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഭരണഘടന എന്തുകൊണ്ടാണ് വിവേചനങ്ങളെ പൂർണ്ണമായി നിരോധിച്ചതെന്നുള്ളത് വ്യക്തമാക്കുന്ന 3 കാരണങ്ങൾ. ഓക്കെ, ഇനി അടുത്തത്, ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളും അനുച്ഛേദങ്ങളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക വിപുലീകരിക്കുക. അപ്പോൾ ഇതിലുള്ള ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ 2 നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പം ഈ 14 ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അനുച്ഛേദം 14 ജാതി വിവേചനത്തിന് എതിരെയുള്ള ഒരു അനുച്ഛേദമാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 ജാതി വിവേചനത്തിന് എതിരെയുള്ള ഒരു അനുച്ഛേദമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരണം. ഓക്കെ, ഇനി അടുത്തത്, പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പരിസ്ഥിതി, രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ എന്നിവയാണ് ചില വിഭാഗങ്ങൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ അരികുവൽക്കരിക്കപ്പെടാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകൾ, പിന്നെ പരിസ്ഥിതി, പിന്നെ 3-മത്തേത് രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ. ഇത് 3ഉം ഓർത്തിരിക്കണം. ഓക്കെ, കാരണം പരിസ്ഥിതി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഏത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇതുപോലത്തെ സമയത്തൊക്കെ അരികുവൽക്കരണം നടക്കുന്നുണ്ട് നമ്മൾ മുന്നേ വായിച്ചു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എഴുതാൻ പറ്റണം. അടുത്തത്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും തുല്യനീതിയുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹികാവസ്ഥ അത്യാവശ്യമാണ്, അല്ലേ? അപ്പോൾ ഈ എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹികാവസ്ഥേൻ്റെ ആവശ്യം എന്തൊക്കെയാണ്? ഒന്ന്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, പിന്നെ തുല്യനീതിയുള്ള ജനാധിപത്യ സമൂഹം. ഇത് രണ്ടും നിലനിൽക്കണമെങ്കിലാണ് ഈ എല്ലാവരെയും പരിഗണിക്കുന്ന സാമൂഹികാവസ്ഥ അത്യാവശ്യമാണെന്ന് പറയുന്നത്. അടുത്തത്, ഈ എല്ലാവരെയും പരിഗണിക്കുന്ന സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലായി, വളർച്ചയ്ക്കും തുല്യനീതിക്കും എന്ത് വേണം? എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു സിസ്റ്റം വരണം. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളേണ്ട സാമൂഹിക ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആവശ്യമായിട്ടുള്ള സാമൂഹിക ഘടകങ്ങൾ, ഒന്ന്, തുല്യതയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ നയങ്ങൾ വേണം. രണ്ടാമത്, വിവേചനം തടയാനുള്ള കൂടുതൽ നിയമങ്ങൾ കൊണ്ടുവരണം. അടുത്തത്, എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കണം. 4-മത്തേത്, തൊഴിൽ മേഖലകളിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ക്ലാസ് 7-ലെ 4-മത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.